എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കൊരു ബഗാറ റൈസ് ആന്ധ്ര സ്പെഷ്യൽ ഒന്നുണ്ടാക്കി നോക്കിയാലോ. വളരെ ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനൊരു പാത്രമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, അതെന്താണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 ബേലീഫ്, പിന്നെ 2 പട്ട, ഒരു 4-5 ഇത് ഒരു സ്റ്റാർ അനൈസ്, ഒരു കറുത്ത ഏലക്കായ, പിന്നെ 5-6 ഗ്രാമ്പു, പിന്നെ ഒരു 5 ഏലക്കായ. പിന്നെ ഇതെല്ലാം പൊരിയുമ്പോൾ 1 ടീസ്പൂൺ ഷാജീര, ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനം, അതും ഇട്ട് പൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 3 വലിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ലെങ്കിൽ കുറച്ച് നേരം മൂടി വെച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേക്ക് അതൊരുവിധം വാടി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കവിടെ ഒന്നും കൂടി വേണമെങ്കിൽ മൂടി വെക്കാം. എല്ലാം വേറെ പണിയൊന്നുമില്ലെങ്കിൽ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്ന് പെട്ടെന്നാവും. നല്ലോണം മൂടി വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടണേ. അപ്പോൾ ഞാനൊന്നും കൂടി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി മൂടി വെക്കുന്നുണ്ട്. അതിപ്പോൾ ശരിയായി ഏകദേശമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വെക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പം അത് നല്ലോണം ഒന്ന് വഴന്ന് അതിൻ്റെ ആ ഒരു പച്ച മണമെല്ലാം പോകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഉള്ളി ഒന്നും കൂടി ആവും. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 4-5 പച്ചമുളക്. ഇത് മാത്രം എരിവിന് ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം പച്ചമുളകും കൂടി ഒന്നും കൂടി നല്ലോണം വഴന്ന് വരട്ടെ. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് പുതിന ഇല ചേർത്ത് കൊടുത്തിട്ട് അതിൽ തന്നെ ഒരു 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അവിടെ വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇലകളല്ലേ പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടും. അപ്പോൾ വാടിയതിലേക്ക് ഞാൻ 3 കപ്പ് അരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കഴുകി വെള്ളം അരിച്ചിട്ടെടുത്തത്. ഇത് ഞാൻ കയമ അരിയാണ് എടുത്തത്. നമുക്ക് ബാസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുക. നല്ലോണം വറുത്ത് വരുന്നേരം ഈ സമയത്ത് തന്നെ നമ്മൾ ഇപ്പുറത്ത് 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ തിളച്ച വെള്ളമാണ് ഇത്. നല്ലോണം തിളക്കുന്നുണ്ട്. തിളക്കുന്ന വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കവിടെ മൂടി വെക്കാം. മിതമായ തീയിൽ അടന്ന് വേകട്ടെ. അതിപ്പോൾ 10-12 മിനിറ്റ് കൊണ്ട് ആയി വന്നതായത്. ഇതൊന്ന് കണ്ടോ നല്ലോണം വേകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അരിയെല്ലാം ഒന്ന് നീണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി മൂടി വെക്കാം. അപ്പോഴത്തേക്ക് നല്ലോണം വെന്ത് പാകമായി വരും. അടാക്കട്ടെ. അതാ ഇപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടോ. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം കറക്റ്റായിരിക്കും. ഒരു അരി ഒന്നോടൊന്നും ഒട്ടുകയില്ല. നല്ലോണം വേവുകയും ചെയ്യും. അതിനാ കറക്റ്റ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ലല്ലോ. ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെ എടുക്കാം കേട്ടോ. ഓയിലിന് പകരം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. നിങ്ങൾക്ക് നെയ്യ് എടുത്താൽ നല്ലതാണ്, നല്ല മണവും ഉണ്ടാവും. ഞാൻ അവസാനം ഒഴിച്ചു കൊടുക്കുക. അവസാനം ഒഴിച്ചാൽ നല്ലൊരു മണമായിരിക്കും. അവസാനം ഒഴിച്ചു കൊടുത്താൽ ഇത്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ട എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു. എന്ത് ചൂടാ, തൊടുവാനാകുന്നില്ല.
തൈര് ഒഴിച്ചുകൊണ്ടാണ് ഇപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്നത്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നവരെ താങ്ക് യു.